വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ സൈന്യം ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ 40-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു പാർപ്പിട സമുച്ചയത്തിൽ നടത്തിയ ആക്രമണത്തിൽ 10 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈന്യം റഫയിലും ബൈത്ത് ഹാനൂനിലും ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറൻ ഖാൻ യൂനിസിൽ അഭയാർത്ഥി ക്യാമ്പിനടുത്തുള്ള ഒരു ബേക്കറിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിക്കടുത്തുള്ള ഷെയ്ഖ് റദ്വാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരു ഭൂകമ്പത്തിന്റെ പ്രതീതിയായി ഉണ്ടായിരുന്നതായി സാക്ഷികൾ വിവരിക്കുന്നു. ജനങ്ങൾ ഭയവിഹ്വലരായി 4 ഭാഗത്തേക്കും ജീവനും കൊണ്ടുകൂടി. ദറൽ ബലയെ ഇസ്രായേൽ സേന വളയുകയും ശക്തമായ ആക്രമണം അയച്ചുവിടുകയും ചെയ്തു. ജനസാന്ദ്രതയുള്ള താമസ സ്ഥലങ്ങളിൽ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ബോംബുകൾ വർഷിച്ചു. അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 14 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ നടത്തിയ ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിലാണ് 40-ലധികം പേർ കൊല്ലപ്പെടുകയും 70-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ഇസ്രായേലിനുള്ള സമ്മാന പൊതി ഇപ്പോഴും ഇറാന്റെ മേശപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ്. ഈ തീരുമാനത്തിൽ ഇതുവരെ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുമാണ്. ഇറാൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ് കോൺഫറൻസിൽ സമ്മതിക്കവെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. മസൂദ് പെസഷ്കിയാന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിലൂടെ ഇസ്രായേൽ ആഗ്രഹിച്ചത് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുക എന്നതാണ്. മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്താമെന്നാണ് അവർ വിചാരിച്ചത്. ഞങ്ങൾ ആത്മസംയമനം പാലിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഞങ്ങൾ ഇതിനു മുമ്പേ പറഞ്ഞതാണ്. ഞങ്ങൾ ഇസ്മായിൽ ഹനിയയുടെ കൊലയ്ക്ക് പകരം ചോദിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനാണ്. പശുവും ചത്ത് മോരിന്റെ പുളിയും പോയി, എന്നിട്ടും പശുവിനെ കുറിച്ചുള്ള കഥ പറയുന്നത് പോലെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ പ്രതികരണം. പ്രത്യാക്രമണം നടത്തുന്ന സമയത്ത് പ്രത്യാക്രമണം നടത്താതെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത് നടത്തുമെന്ന് പറയുന്നതിൽ യുക്തിയില്ല. ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചതിന് മറുപടിയായി പെസഷ്കിയാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് മിസൈൽ ശേഷിയുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് മിസൈൽ നൽകുന്നില്ല. ഞങ്ങൾ യമനികൾക്ക് മിസൈലോ റോക്കറ്റുകളോ നൽകുന്നില്ല. ഞങ്ങൾക്ക് യമനികളുമായി നല്ല സൗഹൃദ ബന്ധമുണ്ട് എന്നത് സത്യം തന്നെയാണ്. അതൊരു സാധാരണ കാഴ്ചപ്പാടിലുള്ള ബന്ധമാണ്. അല്ലാതെ അവർക്ക് ഞങ്ങൾ മിസൈലുകളൊന്നും തന്നെ നൽകുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ യമനികളുടെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തെ പരാമർശിച്ചായിരുന്നു പെസഷ്കിയാന്റെ മറുപടി. എന്നാൽ ലോകം വ്യാപകമായി വിശ്വസിക്കുന്നത് ഹൂത്തികളെ ആയുധമണിയിക്കുന്നത് ഇറാനാണെന്നാണ്. ഈ നിലയിൽ പോയാൽ മേഖലയിൽ ഹൂത്തികൾ മറ്റൊരു പേടിസ്വപ്നമായി മാറും എന്നുള്ള ഭയം മറ്റു ചില രാജ്യങ്ങൾക്കുള്ളതിനാൽ തന്നെ അവരെല്ലാവരും ഹൂത്തികളുടെ വളർച്ചയിൽ കുറ്റപ്പെടുത്തുന്നത് ഇറാനെയാണ്. അതേസമയം ജെറിക്കോമിന്റെ വടക്ക് പടിഞ്ഞാറുള്ള ഗ്രാമത്തിൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ ഫലസ്തീനികളുടെ ഒരു സ്കൂൾ തകർക്കുകയും സ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആക്രമിക്കുകയും ചെയ്തു. അതിലുപരി ഇസ്രായേൽ പോലീസ് ചില അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അതേസമയം ഇസ്രായേൽ ഗവൺമെന്റ് പറയുന്നത് ഗസയുടെ മേള ഞങ്ങളുടെ യുദ്ധത്തിന്റെ ലക്ഷ്യത്തോടു കൂടി ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതായത് ലെബനൻ ബോർഡറിലുള്ള ഇസ്രായേലികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് അത്. ഗസയുടെ മേലുള്ള ഇസ്രായേലിന്റെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ലെബനൻ ഇസ്രായേൽ സംഘർഷം പൂർവാധികം ശക്തി പ്രാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലെബനൻ ഇസ്രായേൽ ബോർഡറിലുള്ള ഇരുവിഭാഗം ജനതകളുടെയും ജീവിതം വളരെയധികം ദുരിതപൂർണമാകുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന്റെയും ലെബനന്റെയും ബോർഡറുകളിൽ നിന്ന് ഇരുവിഭാഗം ജനങ്ങളും വ്യാപകമായി തന്നെ കുടിയൊഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണ വീതിയിൽ ലെബനൻ ബോർഡറിൽ നിന്നും ഏകദേശം 100,000-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ വീടുകൾ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. യുഎന്റെ കണക്കനുസരിച്ച് ഈ 10 കിലോമീറ്റർ വരുന്ന ബ്ലൂ ലൈൻ എന്ന് വിളിക്കുന്ന മേഖലയിൽ 1,49,000 ആളുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെന്നാണ്. ഈ 10 കിലോമീറ്റർ പരിധിയിൽ UN സേനയുടെ പട്രോളിംഗ് നടക്കുന്നുണ്ട്.